ലീന തിയേറ്ററിൻ്റെ 50ാം വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ആശംസ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സാറും പറയാം. 50 വർഷം പിന്നിടുന്ന ലീന തിയേറ്റർ 50 വർഷമായിട്ട് കലാ ആസ്വാദകരെ പരമാവധി എൻജോയ് ചെയ്യിപ്പിച്ചുകൊണ്ട് 50 വർഷമായിട്ട് ഈ സ്ഥാപനം നടന്നു വരികയാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന തിയേറ്ററുകളിലും പലതും ഇപ്പോൾ രൂപഭാവങ്ങൾ മാറി, പലതും ഷോപ്പിംഗ് മാളുകളായി, പലതും കല്യാണ മണ്ഡപങ്ങളായി. എന്നാൽ ലീന തിയേറ്റർ അവരുടെ ആ ലക്ഷ്യം, സിനിമയോടുള്ള സ്നേഹം അതിൻ്റെ സംഘാടകർ തീർച്ചയായിട്ടും നിർവഹിക്കുന്നു. അത് മനോഹരമായിട്ട് ആ സ്ഥാപനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരു 50 വർഷം കൂടെ, അന്നൊന്നും നമ്മളാരും ഉണ്ടാവില്ല, നമ്മുടെ അടുത്ത തലമുറ 100 വർഷം ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ലീന എന്ന സുന്ദരിക്ക് 50ന്റെ ചെറുപ്പം. മാനക്കുട്ടൻ എന്ന വ്യക്തി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായിട്ടും അതുപോലെ തന്നെ ഒരുപാട് വ്യവസായങ്ങളായും ലീന തിയേറ്ററായും മുന്നോട്ട് പോയിരുന്ന ഒരു കഠിനാധ്വാനിയായ ഒരു മനുഷ്യൻ. തുടങ്ങി വെച്ചത് കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി. അത് വളരെ മനോഹരമായിട്ട് തിലകേട്ടനും ജയകൃഷ്ണേട്ടനും അച്ചുവേട്ടനും വളരെ മനോഹരമായി തന്നെ അത് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് ഒരു അങ്കത്തട്ട് തന്നെയായിരുന്നു സിനിമാ വ്യവസായം. ഈ കൊറോണ കാലത്ത് സമൂഹവുമായി ഇടപെടാൻ കഴിയാത്ത ഈ ഒരു അവസ്ഥയിൽ പിടിച്ചു നിന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ്. കാരണം ഒരുപാട് തിയേറ്ററുകൾ കൊറോണ കാലത്ത് പൂട്ടിപ്പോയിട്ടുണ്ട്. കാരണം വ്യവസായം നഷ്ടത്തിലായിരുന്നു. ആരുമില്ല, സമൂഹവുമായി അടുത്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് വിനോദവുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നിനും ആരുമില്ലായിരുന്ന 3 വർഷങ്ങൾ കൊറോണ കാലത്ത് ഒരുപാട് തിയേറ്ററുകൾ പൂട്ടിപ്പോയി. പക്ഷേ തുടങ്ങി വെച്ചത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഈ ലീന തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ ഒരു നല്ലൊരു കാര്യമാണ്. ഈ സാരഥികൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. തുടങ്ങി വെച്ചത് തുടർച്ചയായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലീന എന്ന സുന്ദരിയുടെ 50 വർഷങ്ങൾ അതിവിപുലമായി തന്നെ കോട്ടക്കലിൽ ആഘോഷിക്കുകയാണ്. ലീന തിയേറ്റർ 50 വർഷമായി. ഇപ്പോൾ ഈ ലീന എന്ന സുന്ദരിയുടെ 50 വർഷങ്ങൾ. ഈ 50 വർഷങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? തിരിഞ്ഞു നോക്കുമ്പോൾ ചരിതാർത്ഥ്യം ഒറ്റ വാക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ സിനിമാ തിയേറ്ററുകൾ 80-70കളിൽ തുടങ്ങുന്ന സമയത്ത് ഇത് തുടങ്ങുകയും, പക്ഷേ 90-2000 സമയങ്ങളിൽ നമ്മുടെ സമയത്ത് തുടങ്ങിയ പല തിയേറ്ററുകളും അടച്ചുപൂട്ടലും ഉണ്ടായി. അപ്പോൾ ആ സമയം സർവൈവ് ചെയ്ത് കാലത്തിനോടൊപ്പം മാറ്റം വന്ന് ഇന്നും കോട്ടക്കലുകാരുടെ ഒരു അഭിമാനമായിട്ട് തന്നെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചരിതാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷവും ചരിതാർത്ഥ്യവും പിടിച്ചു നിന്ന്. അതെ, ഇത് പിടിച്ചു നിൽക്കാനുള്ളൊരു കാരണം തന്നെ താങ്കളുടെ മാനുക്കുട്ടൻ എന്ന താങ്കളുടെ അച്ഛനും അവരുടെ പരിശ്രമം കൊണ്ടാണല്ലോ. അപ്പോൾ ഇത് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല അത്. അപ്പോൾ നമ്മുടെ സിനിമാ വ്യവസായത്തിന് ഒരു തകർച്ച നേരിട്ടപ്പോൾ ഈ ലീന തിയേറ്ററിൻ്റെ ഒരു സിനിമ വ്യവസായത്തിനായിരുന്നില്ല തകർച്ച, സിനിമാ തിയേറ്ററുകൾക്കായിരുന്നു. അപ്പോൾ തിയേറ്ററുകൾക്ക് തകർച്ച ചെയ്തപ്പോൾ കളക്ഷൻ വളരെയധികം കുറഞ്ഞു പോവുകയും വീഡിയോ, മറ്റുള്ള മാധ്യമങ്ങൾ, ടെലിവിഷൻ എന്നുള്ളവ വളരെയധികം മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ ടെക്നോളജിയുടെ മുന്നേറ്റത്തിൽ തിയേറ്ററുകൾ ഒന്ന് പതറിപ്പോവുകയാണ് ഉണ്ടായത്. ആ സമയത്ത് വരുമാനം കുറഞ്ഞ സമയത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളതൊരു വലിയൊരു സർവൈവൽ, ഒരു വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ടെക്നോളജിക്ക് അനുസരിച്ച്, പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച് തിയേറ്ററിൻ്റെ
നവീകരിക്കുക അല്ലെങ്കിൽ അതിലെ നവീകരണം ചെയ്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അല്ല പിന്നെ ഉണ്ണേട്ടാ, നമ്മളൊക്കെ പണ്ട് കാലത്ത് നമ്മൾ ചെറുപ്പത്തിൽ ഒരു സിനിമ റിലീസിങ് സിനിമ തിരൂര് നിലമ്പൂർ ഫെയർലാൻഡിൽ പെരുന്തമണ്ണ മുഴുവനായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. മലപ്പുറം മഞ്ചേരി കോട്ടക്കൽ ഒരു 100-125 ദിവസം കഴിഞ്ഞിട്ടാണ് ആ സിനിമ തന്നെ വരിക. അപ്പോഴേക്ക് തിരൂരിൽ നിന്നൊക്കെ അത് പോയിട്ടുണ്ടാവും. അപ്പോഴേക്ക് തിരൂർ പുതിയ റിലീസിങ് സിനിമകൾ അവിടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഈ സമയത്ത് നമ്മളെ ഇടക്കാല കുറേ ആളുകളുണ്ടായിരുന്നല്ലോ, ആ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? എങ്ങനെ ഫുള്ളായി? ഇതിപ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഈ തിയേറ്ററാണ് ആദ്യം നന്നായിട്ട് നവീകരിച്ചിരിക്കുന്നത്. അതെ അതെ. അത് പിന്നെ നമ്മുടെ മറ്റുപോയ ഭരതനും ആണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അവൻ ഓരോരുത്തർ ഇതാവുന്നത് കണ്ട് അതിന് നവീകരണത്തിനനുസരിച്ച് പുതിയ ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഇതിലെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായി. അങ്ങനെയാണ് ഇതിലായിട്ട്. കാരണം ജയകൃഷ്ണൊക്കെ ആ സമയത്തൊക്കെ ദുബായിലാണ്. പിന്നെ ഈ 4K സംവിധാനം വന്നിട്ട് ഏകദേശം എത്ര കാലമായിട്ടുണ്ട്? മറ്റേ റിലീസിങ് തുടങ്ങിയൊക്കെ ആയല്ലോ. 4K സംവിധാനം 2 വർഷത്തോളമായിട്ട്. 2 വർഷത്തോളം. റിലീസിങ് ഏകദേശം 10-12 വർഷത്തോളമായി. അതെ അതെ. 2012 മുതൽ തന്നെ റിലീസ് പടങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കാലത്ത് നാടകത്തിനൊക്കെ വിട്ടുകൊടുത്തിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ? ഇത് ചിലർക്ക് ഞങ്ങൾക്ക് അറിയില്ല. അതിന് എന്താ വെച്ചാൽ ഈ തിയേറ്റർ ഉണ്ടാക്കുമ്പോൾ തന്നെ സാധാരണ ആരും തിയേറ്ററിൻ്റെ ബാക്കിൽ വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കാറില്ല. ഒരു സ്ക്രീൻ കട്ടേണ്ട കാര്യമുള്ളൂ. ബാക്ക് സൈഡിലേക്ക് അധികം സ്ഥലം സ്പേസ് ആരും യൂട്ടിലൈസ് ചെയ്യില്ല. പക്ഷെ ഫാദർ മനസ്സിൽ അന്ന് തന്നെ തിയേറ്റർ ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ഒരു ഐഡിയ ഉണ്ട്. അതായത് ഇത് സ്ക്രീൻ മാറ്റിയിട്ട് വലിയൊരു സ്റ്റേജ് ബാക്കിൽ ഉണ്ടെങ്കിൽ അത് നല്ല പ്രൊഫഷണൽ ട്രൂപ്പുകൾക്കൊക്കെ നാടകങ്ങൾ അവതരിപ്പിക്കാനും കൂടി ഉള്ള ഒരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ടായിരുന്നു അത് വിഭാവനം ചെയ്തിരുന്നു തുടക്കം മുതൽ തന്നെ. അപ്പം അതുകൊണ്ടാണ് അന്ന് നല്ല നല്ല നാടകങ്ങൾ പിഞ്ചാൻ്റെയും മറ്റേ ഇവരുടെയും മറ്റേ കലിംഗ തിയേറ്റേഴ്സ് എന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഡ്രാമകൾ അന്ന് അരങ്ങേറാൻ പറ്റും. വിക്രമൻ നായരുടെ ഒരുപാട് നാടകങ്ങൾ ഇവിടെ കളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിമാന നിമിഷങ്ങളാണോ ഒക്കെ? അത്രയും നല്ലൊരു ഇൻഡോർ സ്റ്റേജ് അന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ ഇല്ല. പിന്നെ EMS നമ്പൂതിരിപ്പാട് അവരായിട്ട് ബന്ധപ്പെട്ടിട്ട് തിയേറ്റർ തുടങ്ങിയത് അടിയന്തരാവസ്ഥയിലാണ്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയിൽ ഇവർ വലിയൊരു ഹൊററായിട്ടുള്ളൊരു ഭീകരാന്തരീക്ഷമായിരുന്നല്ലോ അടിയന്തരാവസ്ഥ. ആ സമയത്ത് അവർക്ക് വളരെ സേഫായിട്ട് എവിടെയെങ്കിലും ഇരുന്നൊരു മീറ്റിംഗ് കൂടാൻ അന്ന് അച്ഛൻ്റെ കുറച്ച് ആ പേഴ്സണൽ കുറേ ബന്ധങ്ങളും അച്ഛൻ്റെ ആ അന്നത്തെ ഇവിടുത്തെ ഒരു സ്റ്റാറ്റസും ഒക്കെ വെച്ചിട്ട് അന്ന് EMS-ആയിട്ടുള്ള അച്ഛൻ്റെ പേഴ്സണൽ റിലേഷനും എല്ലാം വെച്ച് അവർ അന്ന് ഇങ്ങനെ ഒരു സൗകര്യം ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഇവിടെ അനുവദിച്ചു കൊടുത്താണ്. ഈ തിയേറ്റർ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഇതിന് വലിയൊരു അട്രാക്ഷൻ ഉണ്ടായിട്ട് അവ വന്ന് കയറിയാൽ എന്താന്ന് പറയും. ഈ ഇവിടെ എന്തോ കോങ്ങാട് നിന്ന് ഒരു സ്ഥലം വാങ്ങിയിരുന്നു. അപ്പോൾ അവിടെ എന്തോ കോവിഡ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൂണുകൾ കരിങ്കല്ലിൻ്റെ തൂണുകൾ അതല്ല അത് വളാഞ്ചേരി മുട്ടയിടത്ത് ഇല്ലം എന്ന് പറഞ്ഞൊരു ഇല്ലുണ്ടായിരുന്നു തിരുവേപ്പുറ. അപ്പോൾ അത് ഈ സമയത്താണ് വാങ്ങിയത്, ഒരു 73. അപ്പോൾ അതിൻ്റെ മരവും കല്ലും കരിങ്കല്ലും തൂണുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ തിയേറ്റർ പണിതിട്ടുള്ളത്. അതിൻ്റെ ഇപ്പോഴും അതിലിരിക്കുന്ന കല്ലുകൾ, സൈഡിലിരിക്കുന്ന കരിങ്കൽ അതെല്ലാം അന്നത്തെ ആ മനയിൽ നിന്ന് കൊണ്ടതാണ്. പിന്നെ അന്നത്തെ ഒരു അത്ഭുതം അന്നത്തെ ചെയറുകൾ, ഇരുന്ന ബെഞ്ചുകൾ വരെ അന്നുണ്ടാക്കിയ തിയേറ്ററുടെ ഫർണിച്ചറുകൾ വരെ അവിടുന്ന് കൊണ്ടുവന്ന മരം കൊണ്ട് ഉണ്ടാക്കിയിട്ട് ആശാരിമാരെ നിർത്തി ഉണ്ടാക്കിച്ച് ഫർണിച്ചറായി. അപ്പോൾ ഒരു തികച്ചും ആ ഇല്ലത്തിൽ, അതുകൊണ്ടാണ് ആ ഇല്ലത്തിൽ അവർക്ക് എന്തും പറയും, ഞങ്ങളുടെ ഇല്ലം അവിടെ ആ സിനിമാ തിയേറ്റർ കാണുമ്പോൾ സമാധാനം, ആ ഇല്ലം ഞങ്ങൾ കണ്ടുകൊണ്ട് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നുണ്ട്. മൂത്തേടത്തില്ല കരുതായിരുന്നത് മൂത്തേടത്ത് മന. അല്ല, ഈ കൊറോണൻ്റെ കാലത്ത് നമ്മൾ സിനിമാ വ്യവസായം നിർത്തിയിരുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഇത് നാളെ മുതൽ നിർത്തിയാലോ എന്നൊരു തോന്നൽ. കാരണം ഇത് തുടങ്ങുന്നത് കാണാനില്ല, മനുഷ്യൻ ഓരോരുത്തർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു, പിന്നെ വിനോദം ആയി നമുക്ക് ഒന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വിലങ്ങുകൾ എന്തൊക്കെയാണ്? അപ്പോൾ കൊറോണ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന മറ്റുള്ളത്
ഹോട്ടൽ വ്യവസായമാണ്, പിന്നുള്ള സിനിമാ തിയേറ്റർ. പക്ഷേ ഈ അടച്ചുപൂട്ടുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യം. വെച്ചാൽ ഇത് കണ്ണായ ഒരു സ്ഥലത്താണ് കോട്ടയ്ക്കൽ ടൗൺ. നേരെ മറിച്ച് ഇപ്പോൾ തിയേറ്റർ അല്ല അത് പൊളിച്ചിട്ട് മറ്റുള്ളവരൊക്കെ ചെയ്തിരിച്ചാൽ അത് പൊളിച്ച് അവിടെ ഒരു വേറെ എന്തെങ്കിലും ഒരു വാണിജ്യ സമുച്ചയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു തിയേറ്റർ ഒരു പാഷനായിട്ട് നിൽക്കുക, അതൊരു വ്യവസായത്തിൽ കൂടുതൽ വാണിജ്യത്തെക്കാൾ കൂടുതൽ നമ്മളതൊരു അച്ഛൻ തുടങ്ങി വെച്ചതാണ്. ഒരു പാഷനാണ്, ഇതെങ്ങനെയും നിർത്തി കൊണ്ടുപോകണം. അതുകൊണ്ടാണ് അതിൽ കുറേ ഒരു 100% വാണിജ്യ താല്പര്യം അല്ല എന്ന് പറയാം. അതുകൊണ്ട് മാത്രമാണ് അത് നിലനിർത്തി കൊണ്ടുപോകുന്നത്. പിന്നെ അതൊരു ചിലത് അങ്ങനെയാണല്ലോ, ചില ബിസിനസ് നമുക്കൊരു പാഷനായിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ സാമ്പത്തികമായിട്ട് വലിയൊരു അതിനൊരു വെയിറ്റേജ് കൊടുക്കില്ല. അപ്പോൾ അത് പിന്നെ അവിടെ ഇപ്പോൾ തൊഴിലാളികളെ കണ്ടാൽ അറിയാം, ഒരു 15-20 വർഷമായിട്ട് ജോലി ചെയ്യുന്നവരല്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു വരുമാന മാർഗം അത് നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സൊക്കെ ആലോചിക്കുമ്പോൾ അത് ഒരിക്കലും നിർത്താണ്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തോന്നും. കൊറോണ കാലത്താണെങ്കിലും ശരി ജീവനക്കാർക്കൊക്കെ ശമ്പളം കൊടുത്തു തന്നെയാണ് നമ്മൾ വരുമാനം ഇല്ലെങ്കിലും അത് നിലനിർത്തി കൊടുക്കുക. കോട്ടക്കൽ ലീന തിയേറ്റർ തുടങ്ങിയിട്ട് ആദ്യത്തെ ഓപ്പറേറ്റർ ഹമീദ് കെ ആയിരുന്നില്ലേ? ഹമീദ് ക ഓർമ്മകളൊന്ന് പങ്കുവെച്ചോളൂ. ആ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇന്നും മനസ്സിൽ നിന്ന് മായാത്ത കുറേ ഓർമ്മകൾ തന്നെയാണ്. ജീവിതത്തിൻ്റെ ആരംഭകാലത്ത് ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും എല്ലാം വളരെ സന്തോഷം തന്നിരുന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ അന്നത്തെ സിനിമേൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? കാരണം അന്ന് റീല് തിരിക്കുക, അതൊരു ഇൻ്റർവെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഞാൻ, ചിലത് ഒന്നായിട്ട് അങ്ങോട്ട് ഓടുക ചെയ്യുക, അതായത് ഇൻ്റർവെല്ല് വരെ ഒന്നായിട്ട്. ചിലത് ഒരു 45 മിനിറ്റ് കഴിഞ്ഞാൽ കട്ട് ചെയ്യും, പിന്നെ രണ്ടാമത് ചുറ്റി ഉണ്ടാക്കിയിട്ട് വേണം. എന്നിട്ട് കസേരേൻ്റെ മുകളിലൊക്കെ നോക്കിയിട്ട് ഓപ്പറേറ്ററെ ആ ഹാളിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കി പൊരിഞ്ഞ തെറിയൊക്കെ വിളിച്ചാൽ നാല് സമാധാനമാവുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ആണ് ഒരു സിനിമേൻ്റെ ഒരു വലിയൊരു വിജയവും ആഹ്ലാദവും. കാരണം എന്താ വെച്ചാൽ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഉള്ളിൽ നിറഞ്ഞിട്ട് വേണം കാണാൻ, കൂക്കും വിളിയൊക്കെ ആയിട്ട്. ആ ഒരു അവസരത്തിലുള്ള നേരിട്ട അനുഭവങ്ങളും മറ്റൊക്കെ എന്തൊക്കെയാണ്? അന്നെന്ന് പറഞ്ഞാൽ ഫിലിമാണല്ലോ. അതെ, അത് പെട്ടി വരിക, അത് ജോയിൻ ചെയ്യുക, സ്കൂളിൽ കയറ്റുക, അതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേക ജോലികളാണ്. അന്ന് 10,000 ആണ് സ്കൂളിൻ്റെത്, അതാണ് ഇൻ്റർവെല് വരെ പോവുക. അത് 4,000-3,000 ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ തിരിച്ചുണ്ടാക്കി കൊണ്ടുവരുന്നല്ലേ, റിവൈൻഡ് ചെയ്ത് കൊണ്ടുവരണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ 70 mm വന്നില്ലേ പടയോട്ടം സിനിമയൊക്കെ, സിനിമാസ്കോപ്പ് സിനിമകൾ. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? മറ്റത് 35 ആയിരുന്നല്ലോ. അപ്പോൾ അതിന് ഇതിന് തമ്മിലുള്ള ഓപ്പറേറ്ററിന് വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലെൻസിന് വ്യത്യാസം ഉണ്ട് കേട്ടോ. ചോദിച്ചോ. അങ്കത്തട്ട് ഫസ്റ്റ് വന്ന ഓപ്പറേറ്ററാണ് സാർ. എത്ര കൊല്ലം നിന്നു ഇതിൽ? 3 കൊല്ലം തുടർച്ചയായിട്ട്. പിന്നെ ഈ ഒരു വ്യവസായത്തിൽ ജോലി ചെയ്യുമ്പോൾ എങ്ങനെ എന്തായിരുന്നു? ഒരു ഇഷ്ടപ്പെട്ടു വന്നതാണ്. താല്പര്യം കൊണ്ടാണല്ലോ സിനിമ മാറിയത്. പിന്നെ 1-2 സിനിമകൾ സാറ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നിർമ്മാണമാണോ എങ്ങനെ? സഹനിർമ്മാണം. ഇനിയും ഒരു സിനിമ ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു നടനുണ്ട് ഷാജി ഉള്ളാട്ടിൽ. ഇപ്പോൾ ജയറാമിൻ്റെ കൂടെയൊക്കെ ഒരു പരസ്യത്തിലൊക്കെ അഭിനയിച്ച് സ്റ്റാറായി കൊണ്ടിരിക്കുകയാണ്. ഒരു ലീന തിയേറ്ററിനെ കുറിച്ച് പറഞ്ഞോളൂ. ലീന തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സിനിമ എന്താണെന്ന് ഞാൻ ആദ്യം അനുഭവിച്ചറിഞ്ഞ സ്ഥലം ലീന തിയേറ്ററാണ്. അതിൻ്റെ 4ാമത്തെ വയസ്സത്തെയാണ് എനിക്കിപ്പോൾ ഓർമ്മ. അച്ഛൻ്റെ, അതായത് വല്യച്ഛനെ ഞാൻ അച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത്, തലക്കൊടിയത്തെ അച്ഛൻ എന്ന് വിളിക്കും. എൻ്റെ അച്ഛൻ അവർ രണ്ടാളും പോകുമ്പോഴാണ് അവിടെ കൊണ്ടുപോയിട്ട് കണ്ണപ്പനുണ്ണി, ആ സിനിമയാണ് ഞാൻ ഫസ്റ്റിൽ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് സിനിമാസ്കോപ്പിലേക്ക് പോയി, 70 mm പോയി. അതൊക്കെ ആദ്യം വന്നത് നമ്മുടെ ലീനയെ തന്നെയായിരുന്നു. ഈ നാടാണ് ഞാൻ സ്കോപ്പിൽ കണ്ട ഫസ്റ്റ് സിനിമ. അതേമാതിരി 70 mm കണ്ട് പടയോട്ടമാണ് കണ്ടത്. അതൊക്കെ അവിടെ തന്നെ വന്നത്. അങ്ങനെ അന്നത്തെ കാലത്ത് അത്രയും സൗകര്യമുള്ളൊരു തിയേറ്റർ നമ്മുടെ ചുറ്റുവട്ടത്ത് ലീന തിയേറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. അത് അച്ഛൻ്റെ ദീർഘവീക്ഷണമായിരുന്നു, തലക്കൊടിയത്തെ അച്ഛൻ്റെ ദീർഘവീക്ഷണമായിരുന്നു അത്. കാരണം എല്ലായിടത്തും ഈ ഓലമേഞ്ഞ ഇതാവുമ്പോൾ അന്ന് തിയേറ്റർ എന്ന് പറയുന്ന ഒരു അത്ഭുതം ഉണ്ടായത് നമ്മളെ കോട്ടക്കൽ ലീന തിയേറ്ററാണ്.
അല്ല അന്ന് ഇരുന്ന് എത്ര പൈസക്ക് ആയിരുന്നു ഇരുന്ന്? അന്ന് ബാൽക്കണി ഒന്നും ഉണ്ടാവില്ലല്ലോ. ബോക്സ് ആണ്. അതെ, ബാൽക്കണിക്ക് വരെ ലീന തിയേറ്റർ ഉണ്ടായിരുന്ന ബോക്സ് എന്നാ പറയാ. അതിന്റെ താഴെ റിസർവേഷൻ, പിന്നെ ഫസ്റ്റ് ക്ലാസ്, ബെഞ്ച്, അങ്ങനെ 4 കാറ്റഗറി ആയിട്ടുണ്ടായിരുന്നു. അതിൽ ബോക്സ് ആണ് ഏറ്റവും ലക്ഷറി ആയിട്ടുള്ളത്. അത് നമ്മളത്തെ ഇതാണ്. നമുക്ക് പിന്നെ എന്താന്ന് വെച്ചാൽ എപ്പോ പോയാലും അവിടുന്ന് സിനിമ കാണലാണ്. ബോക്സിൽ ഇരുന്നിട്ടാവും അധികം അച്ഛൻ കൊണ്ടേ അവിടെ ഇരുന്നിട്ട് സിനിമ കാണുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അന്നത്തെ ചാർജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിയിരുന്ന അത്ര 5 റുപ്യ 10 റുപ്യ ഇത്രയൊക്കെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, വളരെ കുറഞ്ഞ ഉണ്ടായിട്ടുള്ളായിരുന്നുള്ളൂ. ഏറ്റവും ലക്ഷറി ആണെങ്കിൽ 15 റുപ്യ, ബോക്സിലൊക്കെ ആണെങ്കിൽ 20 റുപ്യ, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടം എനിക്ക് എൻ്റെ ഓർമ്മയിലുണ്ട്. ഹരിനാരായണനാണ്. ഒരു സിനിമ ടാക്കീസ് അല്ലെങ്കിൽ തിയേറ്റർ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഒരുപക്ഷെ നമ്മളെ ചേർത്ത് നിർത്തുക, നമ്മളെ സാംസ്കാരികമായിട്ട് കലാപരമായിട്ട് ഒരു പരിധിവരെ രാഷ്ട്രീയപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഒന്നാണ് സിനിമാ തിയേറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടുകളിലൊക്കെ നമുക്കറിയാം സിനിമാ തിയേറ്ററുകൾ പലതും ഉണ്ടായിരുന്നതൊക്കെ പൂട്ടിപ്പോയി മൾട്ടിപ്ലക്സുകൾക്ക് കൈമാറിക്കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ ഒരു നൂറ്റാണ്ടിൻ്റെ പകുതി, അരനൂറ്റാണ്ട് ഒരു നാടിൻ്റെ ചരിത്രത്തിൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഒരു തിയേറ്റർ നിലകൊള്ളുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും. അങ്ങനെ 50-ാം വർഷത്തിൽ ലീന തിയേറ്റർ, കോട്ടക്കൽ ലീന തിയേറ്റർ എത്തുമ്പോൾ വലിയ സന്തോഷം, ആശംസകൾ.